കടുത്ത ചൂടിനിടയിൽ തിരുവനന്തപുരം നഗരത്തിൽ മഴ. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നു മുതൽ 27 വരെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മേഘന മുരളിയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. മേഘന, ഗുഡ് ഈവനിംഗ്. എന്തായാലും കടുത്ത വേനലിൽ ഒരു ആശ്വാസമായി മഴ തിരുവനന്തപുരത്ത് പെയ്തു എന്ന് അറിയുന്നു. ഇനി മറ്റിടങ്ങളിലും ഇതേപോലെ മഴയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ടോ? മേഘന മുരളിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. മേഘന, ഗുഡ് ഈവനിംഗ് അഗെയിൻ. ഈ കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പുകൾ എന്തൊക്കെയാണ്? ഗുഡ് ഈവനിങ്. അതിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടുത്ത ചൂടാണ്, അത് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. എങ്ങനെയെങ്കിലും ഒന്ന് മഴ പെയ്താൽ മതി എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹമായി വരികയും ചെയ്തത്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ഒരു മഴ പെയ്ത് കഴിയുകയാണ്, നല്ല മഴ പെയ്ത് കഴിയുകയാണ് എന്ന് വേണമെങ്കിൽ പറയണം. അതിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പായി വരുന്നത് കൊല്ലം, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ വരുന്ന മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ 23, 24, 27 തീയതികളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മഴ പെയ്ത് തോരുകയാണ്. കുറച്ച് മിനിറ്റുകൾക്ക് മുന്നേ കനത്ത മഴയാണ് തിരുവനന്തപുരം നഗരത്തിൽ പെയ്തത് എന്നുള്ളതാണ്. മറ്റ് മലയോര മേഖലകളിൽ മഴ ലഭിച്ചിട്ടുമില്ല. അതിലിപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ഈ ചൂടിനൊരു ആശ്വാസമായിക്കൊണ്ട് ഒറ്റപ്പെട്ട മഴ സംസ്ഥാനത്തുടനീളം പെയ്യുമെന്നുള്ളതാണ്. 23, 24, 27 തീയതികളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. എന്തായാലും തിരുവനന്തപുരം നഗരത്തിൽ ഒരു നല്ല മഴ ലഭിച്ച ഒരു ചൂടിനൊരു ആശ്വാസമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പും അതുപോലെ തന്നെ ഉയർന്ന താപനില മുന്നറിയിപ്പും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. നാളെയും മറ്റന്നാളുമായി ഉയർന്ന താപനില ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു. പക്ഷേ അതിനൊരു ആശ്വാസമായി മഴ പെയ്യും. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മഴ പെയ്യുകയാണ്. ക്രിസ്റ്റീന. ഓക്കെ മേഘന, കഴിഞ്ഞ ദിവസമൊക്കെ കടുത്ത ചൂടിൽ റിപ്പോർട്ട് ചെയ്ത മേഘന ഇപ്പോൾ ഈ മഴയത്ത് ഒരു ആശ്വാസത്തോടുകൂടെ തണുപ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാനും ആശ്വാസമുണ്ട്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയായിരുന്നു പ്രേക്ഷകർക്കൊപ്പം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.